ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മാൽദീവ്സിലെ ദിഫുഷി എന്ന ഐലൻഡ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ഐലൻഡിലേക്കുള്ള യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമായ അറ്റോൾ ഫെറിയാണ്. ഇതിന് മാൽദീവിയൻ റുപ്പിയ 22 മാത്രമാണ് ചാർജ്. ഇത് മാലയിൽ നിന്നും 2:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ ഐലൻഡിലേക്ക് ഒരു സ്പീഡ് ബോട്ട് സർവീസും പിന്നെ ഐലൻഡിൻ്റേതായ ഐലൻഡ് ഫെറി സർവീസുമുണ്ട്. സ്പീഡ് ബോട്ട് അറ്റ്ലക് ടൂർസ് എന്ന് പറഞ്ഞ സ്പീഡ് ബോട്ട് സർവീസാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിന് 200 മാൽദീവിയൻ റുപ്പിയ ലോക്കൽസിനും $25 ടൂറിസ്റ്റിനുമുള്ള ചാർജ്. ഏകദേശം 5:10, 5:20 നമ്മൾ ദിഫുഷിയിലെത്തുന്നത്. നമുക്കിനി ദിഫുഷിയിലെ വിശേഷം കണ്ടാലോ. നമ്മൾ വന്ന് ബോട്ടിറങ്ങുമ്പോൾ ഏത് ഗസ്റ്റ് ഹൗസാണോ ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫ് നമ്മളെ റിസീവ് ചെയ്യാൻ വരും. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം, ബഗി സർവീസിന് പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. ബഗി സർവീസുകൾ ഒന്നും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആവുന്നതല്ല, അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഗസ്റ്റ് ഹൗസുകളും ബീച്ചുകളും ഒക്കെ ഒന്ന് കണ്ടുപോയാലോ. ബീച്ചിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൗസുകളാണ് നമ്മൾ ആദ്യം കാണുന്നത്. സൺസെറ്റ് അടുത്ത് വന്നിരിക്കുകയാണ്. നോക്കിക്കുക, മനോഹരമായ 2 ഊഞ്ഞാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കൗൺസിൽ ഓഫീസ്. കൗൺസിൽ ഓഫീസൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കിടക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ പല ഗസ്റ്റ് ഹൗസുകളുടെ ഡൈനിങ് ഏരിയയാണ്. ഇൻസൈഡും ഉണ്ട്, ഔട്ട് സൈഡ് ബീച്ചിലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയാണ്. മാൽദീവ്സിൽ ഒരുവിധപ്പെട്ട എല്ലാ ഐലൻഡിലും ഇങ്ങനെയാണ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബീച്ചിനോട് ചേർന്ന് ഒരുപാട് ഗസ്റ്റ് ഹൗസുകളുണ്ട്. നമുക്കിനി ഈ ഗസ്റ്റ് ഹൗസുകളും ഇവിടെ ദിഫുഷിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. മാൽദീവ്സിൻ്റെ തലസ്ഥാനമായ മാലിയിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഈ ദിഫുഷി. മാൽദീവിലെ ഏറ്റവും കിഴക്കൻ ജനവാസമുള്ള ദ്വീപാണ് ദിഫുഷി. അതിനാൽ രാജ്യത്ത് ആദ്യം സൂര്യോദയം കാണുന്നത് ഈ ദ്വീപിലാണ്. ഇങ്ങനെ ബീച്ചിനോട് ചേർന്നത് കൂടാതെയുള്ള ഒരു ഗസ്റ്റ് ഹൗസാണിത്. കണ്ടോ, പൂൾ സർവീസോട് കൂടിയൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ ഐലൻഡിൻ്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് കണ്ടാസ്വദിക്കാനും പറ്റും. ഇനി അടുത്ത വിശേഷത്തിലേക്ക് നമുക്ക് പോയാലോ. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇങ്ങനെ. നല്ല ഭംഗിയായിട്ട് ഒരു കൂണിൻ്റെ ആകൃതിയിൽ ഒരു ചെടിയൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്കൊന്ന് പോവുകയാണ്. ഇങ്ങനെ ബീച്ചിലേക്ക് പോയി നമ്മളിങ്ങനെ നോക്കുകയാണ്. മാൽദീവ്സ് എപ്പോഴും ബീച്ചുകളാൽ സമൃദ്ധമായിട്ടുള്ള സ്ഥലമാണല്ലോ. ഏത് ഐലൻഡിൽ ചെന്നാലും ബീച്ച് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഓരോ വെറൈറ്റി ഉള്ള ഭംഗി. അങ്ങനെ സൂര്യാസ്തമയ സമയം ആയി കടലിനുള്ളിലേക്ക് സൂര്യൻ ഇറങ്ങാൻ പോവുകയാണ്. അസ്തമയ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട് ആകാശത്ത്. ഏതാനും നിമിഷങ്ങളോട് കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയായി പോകും. അങ്ങനെ ഈ ബീച്ചിന് പല സമയത്തും പല വ്യൂ ആണ് കേട്ടോ. കാരണം സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ മാൽദീവ്സിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശാന്തമായ കടലും കാഴ്ചകളും കണ്ടിരിക്കുന്നു. ആൾക്കാരിങ്ങനെ ഫിഷിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നു. ഫിഷിങ് ഏത് ഐലൻഡിൽ ചെന്നാലും ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫിഷിങ് ചെയ്യാം. ഒരുപാട് ഫിഷും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഐലൻഡിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇത് ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. നല്ല മനോഹരം കേട്ടോ ബീച്ചുകൾ കാണാൻ. ഇവിടുത്തെ ഒരുപാട് ടൂറിസ്റ്റുണ്ട്. ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഒന്ന് തിരിച്ചു വരാം കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഗസ്റ്റ് ഹൗസുകളാണ്. ഗസ്റ്റ് ഹൗസുകളിൽ നമ്മൾ സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഗസ്റ്റ് ഹൗസുകളും നമ്മൾ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റിന് സൈക്കിൾ റൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഐലൻഡൊക്കെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചില ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ അവിടുത്തെ മെനു കാർഡ്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഒരു സൈഡിൽ ഗസ്റ്റ് ഹൗസും നടുക്ക് റോഡും പിന്നെ ബീച്ചിനകത്തിലേക്ക് ഓപ്പൺ ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ട് ആണ് ഈ സൈഡിലുള്ള ഗസ്റ്റ് ഹൗസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ്. നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഏത് ദ്വീപിൽ ചെന്നാലും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇത് പല ലാംഗ്വേജിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയാക്കിങ്ങും പാരാസെയിലിങ്ങും സർഫിങ്ങും ഒക്കെ ഉള്ളൊരു ഐലൻഡാണ്. ജെറ്റ് സ്കീ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ.
ഇതാ നോക്കിക്കേ, നല്ല മനോഹരമല്ലേ? സിമ്പിളായിട്ടാണ് പലതും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാട്ടോ കടലിൻ്റെ തീരത്ത് ഇങ്ങനെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊരു ആക്ടിവിറ്റീസ് നമ്മൾ ഏത് ഐലൻഡിൽ ചെന്ന് ചെയ്താലും നമുക്ക് ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ നമ്മളെ വിടുന്നത് കേട്ടോ. ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളും പണിത് കഴിഞ്ഞ ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട്. ഒരു കൂൾ എഫക്റ്റാണ് ഐലൻഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ. എല്ലാ ആക്റ്റീവായിട്ടുള്ള ഗസ്റ്റ് ഹൗസുകളിലും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഫുഡ് ഐറ്റംസ് അന്ന് അവിടെ എന്താണെന്നുള്ളത്. നോക്കിക്കേ, നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ എത്ര മനോഹരമായിരുന്നെന്ന്. ഇങ്ങനെ ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ഈ ബീച്ചുകളിലൊക്കെ ഇവർ നമുക്ക് സൺസെറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. കപ്പിൾസായിട്ടൊക്കെ പോകുന്നവർക്ക് നല്ല രസമാണ്. ഹണിമൂൺ ഡെസ്റ്റിനേഷനായിട്ടാണല്ലോ പൊതുവെ എല്ലാവരും മാലദ്വീപ്സ് തിരഞ്ഞെടുക്കുന്നത്. റിസോർട്ടുകളല്ലാതെ ഇങ്ങനെ മനോഹരമായ ലോക്കൽ ഐലൻഡുകളും അതിന് നല്ലൊരു എന്താ പറയുന്നത് ഭംഗിയുള്ള ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്കൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഫോട്ടോയും സൺസെറ്റും ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ വ്യൂ ഇവിടുത്തെ ഒരു വലിയൊരു ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലോ, എങ്ങനെ കാണുമെന്ന് നോക്കിയാലോ. ഈ കാണുന്ന അത്രയുമേ ഉള്ളൂ നമ്മുടെ ഈ ഐലൻഡ്. ഒരു സൈഡ് മുതൽ മറു സൈഡ് വരെ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നോക്കി കടലുകളൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കി. കടലിൻ്റെ അടുത്തിട്ട് വരെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടറാണ് ഈ ബീച്ചുകളിലൊക്കെ ഉള്ളത്. പൂഴി മണലും കടലിൻ്റെ നീലിമയാണ് മാലദ്വീപ്സിൻ്റെ സൗന്ദര്യം. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. ലോകം എത്ര മനോഹരമായിട്ടായിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ ഗ്രൗണ്ടും മരങ്ങളും ഒക്കെ നിൽക്കുന്ന ഈ വ്യൂ എത്ര ഭംഗിയുള്ളതാണ്.
ആകെ ഇത്ര മാത്രമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐലൻഡ്. ഇനി നമുക്ക് ഈ ഐലൻഡിൻ്റെ രാത്രി കാഴ്ചകളൊന്ന് കണ്ടാലോ. ഇത് ദിഫുഷി സ്കൂളാണ്. ഇവിടെ ഒരുപാട് മലയാളി ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മാൽദീവ്സിലെ എല്ലാ ഐലൻഡിലും സ്കൂളും ഹെൽത്ത് സെൻറ്ററും മോസ്കും അങ്ങനെ എമർജൻസി സർവീസുകളെല്ലാം ഉണ്ട്. എത്ര ചെറിയ ഐലൻഡുകളാണെങ്കിലും ഈ പറയുന്ന ബേസിക്കായിട്ടുള്ള എല്ലാ എമർജൻസി സർവീസുകളും ഉള്ളതാണ്. ഇതാ ഈ ബിൽഡിംഗ് നോക്കിക്കേ, എന്ത് മനോഹരമാണെന്നല്ലേ. ഞങ്ങളിത് 2023 ഇവിടെ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് ഫോട്ടോകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോൺ ഹോട്ടൽ നോക്കിക്കേ, രാത്രിയിലൊരു പ്രത്യേക സൗന്ദര്യമാണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും കാണാൻ വേണ്ടിയിട്ട്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് മാലദ്വീപ്സിലെ രാത്രികളും പകലുകളും ഇങ്ങനെയുള്ള ഐലൻഡുകളിലെല്ലാം ഉള്ളത്. വളരെ കുറച്ച് റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ ഈവനിങ്ങിൽ മ്യൂസിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്തപ്പോഴെപ്പോഴും കാം ആൻഡ് ക്വയറ്റായിട്ടാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ. ഒരിക്കൽ മാലദ്വീപ് വിസിറ്റ് ചെയ്യുന്നവർ ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് ഉള്ള എല്ലാ വ്യൂവും ആസ്വദിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ സമയത്തും കാഴ്ചകൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫീലാണ് തരുന്നത്. ഓരോ ദ്വീപിലെത്തുമ്പോഴും അതേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാ ദ്വീപുകളും സ്ട്രക്ചർ വൈസ് ഒരുപോലെ കാണെങ്കിലും പക്ഷേ ഫീൽ വൈസ് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ എന്തോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റൊക്കെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു സുവനീർ ഷോപ്പ് കണ്ടാലോ. ഈ സീക്കുള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരിവിടെ സുവനീറായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ഐലൻഡിൽ ചെന്നാലും കാണുന്നത് അങ്ങനെ തന്നെയാണ്. നോക്കിക്കേ, ആമയും ഷാർക്കും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഗ്ലാസ്സിനുള്ളിൽ കൂടെ ബീച്ച് നോക്കാനും നല്ല ഭംഗിയാട്ടോ. ഇത് തടി കൊണ്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കരകൗശല വസ്തുക്കളെല്ലാം ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ്. ഇവിടെ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഈ മിക്കപ്പോഴും ഉള്ള ഇങ്ങനത്തെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സുവനീർ ഷോപ്പുകളിൽ സൺസ്ക്രീൻ അവൈലബിൾ ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ വരുമ്പോൾ ആവശ്യമുള്ളൊരു കാര്യമാണ് സൺസ്ക്രീൻ. അല്ലെങ്കിൽ സൺസ്ക്രീൻ ലോഷനോ ക്രീമോ ഒന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ സൺലൈറ്റിൽ നമ്മൾ കരിഞ്ഞു പോകും. അങ്ങനെ കുറച്ച് ജ്വല്ലറീസും ബാഗ്സും ഒക്കെ ഉണ്ട്. നമുക്കിനി ബാക്കി കാഴ്ചകളും കൂടെ കണ്ടാലോ.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള ഐലൻഡുകളിൽ ചെറിയ ചെറിയ ഷോപ്പുകളും ഫുഡൊക്കെ കിട്ടുന്നതാണ്. ഗസ്റ്റ് ഹൗസുകളല്ലാത്ത റെസ്റ്റോറൻറ്റുകളല്ലാത്ത ചെറിയ ചെറിയ ഷോപ്പുകൾ ഇതുപോലൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. ജ്യൂസും ഇവിടുത്തെ സ്നാക്സും ഒക്കെ കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഐലൻഡിലെ കാഴ്ചകൾ കേട്ടോ. ഇതെല്ലാം ഓരോ ബിൽഡിങ്ങാണ്. ഇവിടെ ഭയങ്കര ചൂടുള്ള സ്ഥലമായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങിലും എല്ലാ വീട്ടിലും AC ഉണ്ടായിരിക്കും. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുട്ടികളുടെ പാർക്കും അതേപോലെ പബ്ലിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഈ പോകുന്നത് നമ്മൾ ഐലൻഡിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ്. അപ്പം ഇവിടെ കണ്ടില്ലേ, ബാക്ക് സൈഡ് എന്നല്ല, കുട്ടികളുടെ പാർക്കൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ഒരു പബ്ലിക് ജിമ്മും ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളുടെ പാർക്ക് അതിമനോഹരം കേട്ടോ, നല്ല രസമുണ്ട്. നല്ല ആയിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഐലൻഡിലും കുട്ടികൾക്കായിട്ട് ഒരു പാർക്കുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ബോട്ട് യാർഡാണ്, ബോട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലം. എല്ലാ ഐലൻഡിലും ഇതുപോലൊരു ബോട്ട് യാർഡ് കാണും, ബോട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലം. കാരണം ഇവിടുത്തെ ഏക ട്രാവലിംഗ് ഫെസിലിറ്റി ബോട്ടുകളാണല്ലോ. എല്ലാ ഐലൻഡിലും ഇതുപോലൊക്കെ ബോട്ട് റിപ്പയർ ചെയ്യുന്ന സെൻറ്ററുകൾ കാണും. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ എല്ലാ ഐലൻഡിലും ഉണ്ട്. ഫിഷിംഗ് ആണല്ലോ ഇവരുടെ മെയിൻ വരുമാനം, അതുകൊണ്ട് ധാരാളം ഫിഷിംഗ് ബോട്ടുകളും ഉണ്ട്. മിക്കപ്പോഴും മാലദ്വീപിയൻ ഫാമിലിക്ക് ഒരു ബോട്ട് കാണും. അവർക്ക് ചെറിയൊരു ബോട്ടെങ്കിലും കാണും ഫിഷിങ്ങിന് പോകാൻ. മോർണിംഗ് ഈവനിങ്ങിലൊക്കെ ഫിഷിംഗ് ഉണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതും ഫിഷിംഗ് വരുമാന മാർഗമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്. ടൂറിസവും ഫിഷിങ്ങും ആണല്ലോ മാലദ്വീപ്സിൻ്റെ പ്രധാന വരുമാന മാർഗം. മിക്ക ഗസ്റ്റ് ഹൗസുകളും ഫിഷിംഗ് സെറ്റ് ചെയ്തിട്ട് സൺസെറ്റ് സമയമാകുമ്പോഴത്തേക്ക് ടൂറിസ്റ്റിനെയും കൊണ്ട് ഫിഷിങ്ങിന് പോകാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ദിഫുഷി ഐലൻഡിൻ്റെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ മാലദ്വീപ്സിലെ കാഫു അറ്റോളിലുള്ള ഏറ്റവും അടുത്തുള്ള ഏതാനും ഐലൻഡുകളാണ് കണ്ടു കഴിഞ്ഞത്.
ഈ അറ്റോൾ ഫെറിക്ക് വരുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് ഞാൻ ഇതിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ മാൽദീവ്സിലെ വേറൊരു ഐലൻഡുമായിട്ട് നമുക്കിനിയും കാണാം. അതുവരെ ബായ്.